എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. മഴയത്ത് ഇപ്പം ഇന്ന് കുഞ്ഞിന് പഠിക്കാൻ പോകണ്ട, അവിടെ ടീച്ചർമാർ എന്തോ എന്തോ ക്ലാസ് ഉണ്ട്, അപ്പം അതിന് പോവുകയാണ്. അപ്പോൾ ഓരോ ദിവസം ഓരോ ഡിവിഷനായിട്ട് ഇടവിട്ട് ക്ലാസ് ഇല്ല, അങ്ങനെയാണ്. അപ്പം ഇന്ന് അതുകൊണ്ടിട്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് പ്രശ്നമില്ല. അപ്പം ഇന്ന് ചേട്ടൻ നേരത്തെ പോയി, നേരത്തെ ഭയങ്കര ചായ കുടിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പം ഞാൻ അതിന് മുമ്പ് എടുത്ത വീഡിയോ ആണ്, പക്ഷെ മഴ കൊണ്ട് ആദ്യം തുടങ്ങട്ടെ നമ്മുടെ വീഡിയോ എന്ന് കരുതിയിട്ട് ഞാൻ മഴ ആദ്യം ഇട്ടതാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് ഇടിയപ്പമാണ്. ഇടിയപ്പത്തിൻ്റെ ഒപ്പം നമ്മ കടലാക്രമണം വലിയ ഇതായിട്ട് വീഡിയോ നമ്മൾ എടുത്തില്ല കേട്ടോ. പക്ഷെ ഉണ്ടാക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തലേദിവസം വെള്ളത്തിലിട്ട കടല, അതിലേക്ക് നമ്മളെന്താണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ഒരു തക്കാളി, ഇടത്തരം തക്കാളി ഒക്കെ കൂടി അരിഞ്ഞിട്ടിട്ട് തീരെ ചെറിയ തീയിൽ ഇട്ട് ഒരു 7-8 വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ല വെന്ത് നല്ല സൂപ്പറായിട്ടിരിക്കും. അങ്ങനെയുള്ള കടല കറി വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് തന്നെ. എന്നിട്ട് ഈ വെന്ത കടല എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരിത്തിരി വേപ്പിലയൊക്കെ ഇട്ട് അതിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഗരം മസാലപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഒന്ന് വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ കടല കൊട്ടിയിടുന്നു. ജസ്റ്റ് ഒരു തിളച്ച് കഴിഞ്ഞാൽ നിർത്തുന്നു. ഇത്രേ ഉള്ളൂ നമ്മുടെ കടല കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ മാവ് ഇത്തിരി കൂടുതൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നമ്മൾ ഒരു ഉണ്ട ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശർക്കരയാണ് ഉരുക്കിയതാണ് കേട്ടോ. പക്ഷേ ഞാൻ ഈ ശർക്കര ഉരുക്കാൻ വെച്ചപ്പോഴാണ് ചേട്ടനെന്തോ സ്കൂളിലത്തെ എന്തോ അവധിയുടെ കാര്യവും പറഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഞാൻ വാട്സപ്പ് നോക്കി, അങ്ങനെ എന്തോ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഞാൻ ഈ സംഭവം ശ്രദ്ധിച്ചില്ല, വെള്ളം ഒഴിക്കാൻ മറന്നുപോയി. ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും അടുക്കളയിലിരുന്ന് അങ്ങോട്ട് കരിഞ്ഞ് പുകയണമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ആ ചട്ടിയും കൂടി നശിക്കുന്നുള്ളൊരു രീതിയിലായിരുന്നു. പിന്നെ ഞാൻ അതിലിത്തിരി പുളിവെള്ളമൊക്കെ ഇട്ട് തിളപ്പിച്ച് ഈ സാധനം അലിയിപ്പിച്ച് കളഞ്ഞ് എന്നിട്ട് തേച്ച് കഴിയൊക്കെ എടുത്ത്. അപ്പോൾ ശർക്കര അതോടുകൂടി തീർന്നതും കൊണ്ടിട്ട് നമ്മൾ പഞ്ചസാര ഇട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത്. പക്ഷേ ഈ ഉർവശി ശാപം ഉപകാരം എന്ന് പറയണ പോലെ പഞ്ചസാര ആയതുകൊണ്ട് എൻ്റെ പുത്രൻ കഴിച്ച്. ഞാനിത് കൊണ്ടുവച്ചെന്ന് ഞാൻ പറഞ്ഞു, പഞ്ചസാര കേട്ടോ മോനെ എന്ന് പറഞ്ഞപ്പോഴേക്കും പുത്രൻ പറഞ്ഞു, അയ്യാ എന്നാൽ പഞ്ചസാര ആണെങ്കിൽ എനിക്ക് തന്നേരും, ഞാൻ തിന്നോളാമെന്ന് പറഞ്ഞിട്ടാ. ശർക്കര ആണെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. അതെനിക്ക് എന്തായാലും ഉപകാരമായിട്ടാ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇത്തിരി ഇടിയപ്പവും കടലാക്രമണവും കൂടി കൂട്ടി കഴിക്കാം എന്ന് കരുതി ഇരുന്നതാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇങ്ങനെ വെക്കണതാണ് കടല, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ കഴിക്കുകയാണ്. പിന്നെന്താണ്, അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു സ്ഥലത്ത് പോകാനുണ്ട്. ഫോണൊന്ന് കേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫോൺ നന്നാക്കാനായിട്ട് പോണതിന് മുമ്പ് എൻ്റെ വണ്ടിയാണെങ്കിൽ പുന്നരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അവിടെ. കാരണം കുറച്ച് നാളായിട്ട് ഞാൻ പുറത്തോട്ടൊന്നും പോകണില്ലല്ലോ. പോകുകയാണെങ്കിൽ തന്നെ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ ചേട്ടൻ്റെ ഒപ്പമാണ് പോകാറുണ്ടായിരുന്നത്. ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഞാൻ വണ്ടിയൊക്കെ എടുത്ത് പോകും. പക്ഷേ കുറച്ച് നാളായിട്ട് എന്തോ മടിയാണ് കേട്ടോ, അലസത ക്ഷീണമൊക്കെ ആയതുകൊണ്ട് എങ്ങും പോകാതിരിക്കണം. അപ്പം ഇന്നലെ ഈ മൊബൈൽ നന്നാക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ രാത്രി ആയതുകൊണ്ട് നാളെ രാവിലെ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി മേടിക്കാമെന്ന് കരുതിയിരിക്കണേണ്. അപ്പം വണ്ടിയൊക്കെ ഒന്ന് കഴുകി തുടച്ചൊക്കെ എടുത്താണ് കേട്ടോ. ഭയങ്കര അഴുക്കായിരുന്നു അതുമ്മ. അപ്പം ഞാൻ അതിൻ്റെ പേപ്പറൊക്കെ എങ്ങാണ്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തപ്പിയെടുത്തിട്ട് പോയി വാങ്ങിച്ച് കുറച്ച് കടകളിലൊക്കെ കയറാമെന്ന് കരുതി പോണേണ് കേട്ടോ. 2-3 പച്ചക്കറി വാങ്ങിക്കാനുണ്ട്. എൻ്റെ പച്ചക്കറി ഉള്ളിയൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ മുപ്പത്തടം ജംഗ്ഷനിൽ വന്നതാണ്. അവിടെ ഇവിടെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കാനും കടയിൽ അങ്ങനെ എടുക്കാമെന്നൊക്കെ കരുതി ഇന്നപ്പോഴാണ് കടയിൽ എവിടെയൊക്കെ കയറണ്ടേന്ന് മറന്നുപോയി. ഈയിടെയായിട്ട് ഇത്തിരി മറവി ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അന്ന് എന്തെങ്കിലും പച്ചക്കറിയൊക്കെ വാങ്ങിക്കാമെന്നും പറഞ്ഞുകൊണ്ട് തിരിച്ച് നമ്മളുടെ എപ്പോഴും കയറുന്ന കടയാണ് കേട്ടോ. ഇവിടെ വന്ന് കുറച്ച് 2-3 അധികമായിട്ടൊന്നുമില്ല,
ഉള്ളി, സവാള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, തക്കാളിയൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ സാമ്പാർ വെക്കാനായിട്ട് തക്കാളിയും പിന്നെ കണിവെള്ളരിയൊക്കെ വാങ്ങിക്കാമെന്നൊക്കെ കരുതി അങ്ങനെ വന്നതാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. ഞാൻ കണിവെള്ളരിയാണ് കേട്ടോ വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണിവെള്ളരി. ഞാൻ മോരൊഴിച്ച് കൂട്ടാനൊക്കെ വെക്കും കേട്ടോ. അത് എടുക്കണേ, ഞാനവിടെ ഇത് വാരിക്കൊണ്ടിരിക്കണേ കേട്ടോ, അതായത് പച്ചക്കറിയൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ക്യാമറ വല്ലയിടത്തും ഒക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഇന്ന് കറിയായിട്ട് വേറെ ഒന്നും വെച്ചില്ല. കടലയുണ്ടല്ലോ, കടലയും അതിൻ്റെ ഒപ്പം ഒരു മുട്ട പൊരിക്കാമെന്ന് കരുതി. അപ്പോൾ പുത്രന് എന്തായാലും മുട്ട പൊരിച്ചു കൊടുക്കണം. അപ്പോൾ ആ മുട്ട തന്നെ കുറച്ച് ഞാനും എടുക്കാമെന്ന് കരുതി ഒരെണ്ണം അവനും വറുത്തു, ഒരെണ്ണം എനിക്കും. അവനുള്ളത് വെറുതെ ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെറുതെ എടുക്കുള്ളൂ കേട്ടോ. അതാണ് അവനിഷ്ടം. ഉള്ളി, സവാള അങ്ങനെ ഒന്നും ചേർക്കണ ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ ഉള്ളി, സവാളയൊക്കെ വേണം. ഉള്ളിയും സവാളയും ഉള്ളി സവാളയല്ല, സവാളയും പച്ചമുളകും ഉപ്പും, ഇത് മൂന്നും ഇട്ടിട്ടാണ് ഞാൻ എടുക്കുള്ളൂ കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഈ സവാള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ പണ്ട് ഇതേമാതിരി വീട്ടിലൊക്കെ ഇരുന്നപ്പോൾ ഉള്ളിയാണ് കേട്ടോ ഇടാറ്. മുട്ടയിൽ ഉള്ളിയാണ് ഇടാറ്. അപ്പം അന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുട്ട തന്നെ 4 ഭാഗിച്ചൊക്കെ ഇട്ട് ഞങ്ങൾ തിന്നണേ അന്നത്തെ കാലത്ത്. അപ്പോൾ ഇപ്പോഴൊക്കെയാണ് ഒരു മുട്ട അങ്ങനെ തന്നെ ഒരാൾക്കെന്നൊക്കെ പറഞ്ഞു വന്നത്. അന്ന് ഇപ്പം പറഞ്ഞോട്ട് ഞങ്ങൾ ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ അതിൽ ഉള്ളിയൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണല്ലോ. അങ്ങനെ ടേസ്റ്റ് നോക്കാനും കൂടി കിട്ടൂലെന്ന് പറയാം. അത് അന്നത്തെ ഒരു കാലം. നമ്മൾ എല്ലാവർക്കും എത്തിക്കണമല്ലോ. അങ്ങനെ ഈ പറഞ്ഞോട്ട് ഒരു മുട്ട 4 ഭാഗിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിപ്പോഴും പറയും കേട്ടോ, അങ്ങനെ പണ്ടത്തെ കാലത്തെ കഥകളൊക്കെ പറയും കേട്ടോ. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ 1-2 മുട്ട. ഇടയ്ക്കൊക്കെ പുത്രനാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഈ മുട്ട ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊരിച്ച് കഴിക്കും കേട്ടോ. അതിങ്ങനെ അല്ലെങ്കിൽ ബുൾസൈയാക്കിയ അങ്ങനെയൊക്കെ കഴിക്കും. ഞാനിടയ്ക്ക് ഇങ്ങനെ പണ്ടത്തെ കാര്യമൊക്കെ ഇങ്ങനെ ഇതേമാരെ ഇന്ന് ആലോചിക്കും കേട്ടോ. കുറേ രസമുണ്ട്. ഞാനൊക്കെ വിചാരിക്കും ഞങ്ങളൊക്കെ അങ്ങനെ ജീവിച്ച് പോന്നേന്ന് ഇങ്ങനെ കരുതാറുണ്ട് കേട്ടോ ഇടയ്ക്ക്. അല്ല, നമ്മുടെ കാലത്ത് പിന്നെ അന്നത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതേമാരെ എന്താണ്, നമ്മുടെ ഇൻകം കുറവാണ്. എല്ലാവരും ഒന്നും ജോലിക്ക് പോകണില്ലല്ലോ. അങ്ങനത്തെ ഒരവസ്ഥയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശമൊക്കെ തീർന്നട്ടാ. ഞാൻ ചോറൊക്കെ ഇങ്ങനെ തിന്നോളൂട്ടാ. നല്ല പ്ലേറ്റ് നല്ല കഴുകണ്ടാത്ത പാകത്തിനൊക്കെ ആക്കിയത് ഞാൻ കഴിക്കുള്ളൂ. എൻ്റെ ഒരു ശീലം അതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.